സ്വത്ത് തർക്കം, അതേ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ വലിയ വാശിയിലും വിദ്വേഷത്തിലും ഒക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം, ഒരുപക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഒരു ഈസ്റ്റർ സുദിനത്തിൽ നടന്ന ഒരു സംഭവമാണ്. സഹോദരങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങളും അവർ തമ്മിൽ വലിയ സംഘടനകളുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ഈസ്റ്റർ സൺഡേയിൽ ഈ സഹോദരനെ മറ്റുള്ള സഹോദരങ്ങൾ ചേർന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ഒരു പാലത്തിൽ വെച്ചാണ് ആക്രമിക്കുന്നത്. ആരും രക്ഷപ്പെടുത്താനായിട്ട് വരുന്നില്ല. കാരണം രക്ഷപ്പെടുത്താനായിട്ട് വന്നാൽ അവരെയും ആക്രമിക്കുമായിരുന്നു. ഇദ്ദേഹത്തെ ആ പാലത്തിൽ നിന്നും താഴെ പുഴയിലേക്ക് എടുത്തിടാനാണ് അവർ പരിശ്രമിച്ചത്. എന്നാൽ പെട്ടെന്ന് പോയ ഒരു വണ്ടി, അങ്ങനെ ആ വണ്ടി വന്നപ്പോൾ അവർക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ സഹോദരനെ ചവിട്ടിക്കൂട്ടി പാലത്തിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് തിരിച്ചുപോയി. അപ്പോഴത്തേക്കും ജനങ്ങളൊക്കെ ഓടിക്കൂടുന്ന അവസ്ഥ. അല്പം വെള്ളത്തിന് വേണ്ടി അദ്ദേഹം യാചിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സമയത്ത് അദ്ദേഹത്തെ നന്നായിട്ട് അടുത്തറിയാവുന്ന അയൽപക്കക്കാരൊക്കെ മാറി നിൽക്കുമ്പോൾ അധികം പരിചയമൊന്നുമില്ലാത്തൊരു സ്ത്രീ അല്പം വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, പിന്നീട് ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി രക്ഷപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ചിത്രം. ഇതുപോലുള്ള ചിത്രങ്ങളും ഇതുപോലുള്ള സംഭവങ്ങളുമൊക്കെ ധാരാളമുണ്ട്, നമ്മുടെ ചുറ്റുവട്ടം സംഭവിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനൊരു ധൈര്യം കാണിക്കുവാനായിട്ട് സാധിക്കട്ടെ. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വേറോനിക്ക അതാണ് അവിടെ ചെയ്തത്. ഇത്രമാത്രം തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആരെയും വകവയ്ക്കാതെ, എൻ്റെ നാഥൻ, എൻ്റെ ഗുരു, എന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, എന്നെ അനുഗ്രഹിച്ചവൻ, ആ ഈശോയുടെ മുഖം തുടയ്ക്കുവാനായിട്ട് വേറോനിക്ക ചെല്ലുന്നു. അങ്ങനെ ഈശോയുടെ മുഖം തുടയ്ക്കുന്ന ആ അവസരത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴി ചൊല്ലി ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് വീർപ്പുമുട്ടുന്ന അനേകം വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ഇടയിലേക്ക് ഒരാശ്വാസവാക്കുമായി ഈ ദിവസങ്ങളിൽ കടന്നു ചെല്ലുവാൻ സാധിച്ചാൽ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തിയ വ്യക്തികളുടെ മുമ്പിലേക്ക് ഒന്ന് ചെല്ലുവാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.